മധുരം ഇഷ്ടപ്പെടുന്നവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് അധികം പഴുക്കാത്തൊരു 3 പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആവിയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ ഞാനിതപ്പോൾ അവിടെ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യിലൊന്ന് വറുത്തെടുത്ത് അതിലേക്ക് ഒരു 3/4 കപ്പിനെടുത്ത് ചിരകിയെടുത്തിട്ടുള്ള തേങ്ങയും ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മധുരം വേണം എന്നുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര നമുക്ക് ഈ ഒരു സമയത്ത് മുട്ടയിലേക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ തേങ്ങയും മുട്ടയും എല്ലാം കൂടെ ഇതേപോലെ തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങയിലും മുട്ടയിലൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ഡ്രൈ ആയി ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പഴമൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ചൂടോടുകൂടെ തന്നെ ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം. ഒരു സ്മാഷർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പഴം ഇവിടെ ഉള്ളത്. ഇനി കയ്യിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോരോ ബോൾസ് ആക്കി എടുത്ത് കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിന് സെൻറ്ററിലായിട്ടാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സെൻറ്ററിലൊന്ന് കുറച്ചധികം തന്നെ ഒരു കുഴി പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല പോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിൽ തന്നെ നമുക്കിതോടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാതും സെയിം രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ അവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഒരു നേരിയ മധുരം മാത്രമാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണം എന്നുള്ളവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടിയിട്ടെടുക്കാം. അപ്പോൾ ഗോൾഡൻ കളറായി വരുന്നത് വരെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഫ്താറിലേക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ ഉന്നക്കായ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവില്ല കേട്ടോ. നല്ല കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.